അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നെവർ എൻഡിങ് പ്രോസസ് ആണല്ലോ. അതായത് കേവലം ഈ ആരാധകരുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിലുപരി അത് കേവലമല്ല, അത് വലിയ കാര്യമാണ്. അത് കേവലം എന്ന് പറയാൻ പറ്റില്ല. ആഹ്ലാദ പ്രകടനം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സിനിമയിൽ പറഞ്ഞു സൗന്ദര്യം, അങ്ങനെ ലിപ് ലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് അഭിനയമാണ് ഒരു ആക്ടറിന്റെ കഴിവ് എന്നുള്ളത്. അഭിനയമാണല്ലോ, നടനമാണല്ലോ നടന്റെ ജോലി. അതിന് തന്നെയാണല്ലോ നമ്മൾ എക്സൽ ചെയ്യേണ്ടത്. സൗബിന്റെ ക്യാരക്ടർ നന്നായി വന്നിട്ട് എല്ലാവരും പറഞ്ഞു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താ പറയാ? ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് സൗബിക്കയുടെ ക്യാരക്ടർ. എനിക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇമോഷണൽ സീനുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കണക്ഷൻ കൂടിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഇന്ന് കഴിഞ്ഞു വിടണം, കഷ്ടമുണ്ട്. ഓക്കെ കണ്ണൂർക്കാൻ മധുബാല, രഞ്ജിച്ചേട്ടൻ, അതുപോലെ തന്നെ അരുൺ മേനോൻ തുടങ്ങിയുള്ള നിരവധി വലിയ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ രഞ്ജിച്ചേട്ടന്റെ അടുത്ത് ആ സിനിമയിലുള്ള പോലെ എപ്പോഴെങ്കിലും ചീത്തയാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പുള്ളി ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളെ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെയായിരുന്നുള്ളൂ. അതർവൈസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര കോൺവെർസേഷൻസ് ആണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര തമാശ അങ്ങനത്തെ ഒരാളാണ്. അല്ലാതെ സീരിയസ് ആയിട്ട് സമയത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ തന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ? ഇല്ല, അവരങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ജീന്റെയും റൈറ്ററായിട്ടുള്ള സുബിന്റെയും അവരുടെയൊക്കെ ഭാഗത്തുനിന്നും പിന്നെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമുക്കറിയാം ഇവരൊക്കെ ഒരു മറ്റൊരു മേഖലയിൽ ഇവരെല്ലാവരും ഷൈൻ ചെയ്ത് നിൽക്കുന്നു. ഇപ്പൊ രഞ്ജിച്ചേട്ടനാണെങ്കിൽ ഇപ്പോൾ സിനിമ മേഖലയിൽ ഏറ്റവും നിൽക്കുന്ന സീനിയറായിട്ട് നിൽക്കുന്ന ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ആളുകളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇവരെ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു വിളിച്ച സമയത്ത് തന്നെ സിനിമയിലേക്ക് വരാൻ? അതെനിക്കറിയില്ല, അതൊക്കെ കാസ്റ്റിംഗ് ചെയ്യണത് ഞാനല്ലല്ലോ. അത് പക്ഷെ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ വന്നതും ചെയ്തതും ആ ഉള്ള സമയം മുഴുവൻ ഭയങ്കര എൻജോയ്മെന്റ് വരും. എല്ലാ ടീം ബാലു തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ ഒപ്പം വർക്ക് ചെയ്തൊരു മൊമെന്റ് എത്രത്തോളം? ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവരോട് സിനിമകൾ ചെയ്യാന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ എന്താ പറയുന്നത്? നമുക്കറിയാം കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ജനപ്രിയ മനസ്സുകളിൽ ഏറ്റവും തിരിഞ്ഞെത്തുന്ന ഒരു ഭാവന ഈ സിനിമയിൽ തിരിച്ചു വരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഭാവനയോടൊപ്പം? കൂടുതൽ സീക്വൻസ് ഒന്നും ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കൂതറ എന്നുള്ള സിനിമയായിരുന്നു. അപ്പൊ എന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ നായിക ഭാവനയായിരുന്നു. അപ്പൊ അത് ഈ സിനിമയില് ഞാനിതെന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സിനിമയാണെന്നാണ് വിചാരിക്കുന്നത്. ആ സിനിമയിലും ഇതിലെന്റെ ആദ്യ നായികയായിട്ട് തന്നെ ഡേവിഡ് പടിക്കലിന്റെ ആദ്യ നായികയായിട്ട് ഭാവന അഭിനയിക്കുന്നുള്ള എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഭയങ്കര സന്തോഷമാണ് ഭാവനയുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയ. ആരാധകരെ ശാന്തരാകുമെന്ന് ശരിക്കും പറയേണ്ടി വരുമോ? അതിന് ആരാധകർ അശാന്തരം അവിടെ ഒരു വഴി ഒറ്റ